ഏപ്രിൽ 30 വർഗീസ് വള്ളികാട്ടച്ചൻ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് വായിച്ചത്. അത് വായിച്ചപ്പോൾ നിലവിൽ ഇന്ത്യയിലും ലോകത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവവികാസങ്ങളെയും വളരെ കൃത്യമായി അച്ഛൻ വിശകലനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടക്കവാചകം ഇങ്ങനെയാണ്: ഇസ്രായേലിനെ ആര് മര്യാദ പഠിപ്പിക്കും? വെസ്റ്റ് ഏഷ്യയിലെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണം ഇസ്രായേലാണ് എന്ന് കരുതുന്നവരാണ് ഇന്ന് ലോകരാജ്യങ്ങളിലധികവും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പുറമേ നിന്നുള്ള വീക്ഷണത്തിൽ കാര്യങ്ങൾ അങ്ങനെയാണ് കാണപ്പെടുന്നത് എന്നതാണ് അതിൻ്റെ കാരണം. ഇസ്രായേലിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞ 47 വർഷമായി ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം അതിൻ്റെ എല്ലാ സാധ്യതകളും വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇറാഖിലും സിറിയയിലും ലിബിയയിലും ഗസയിലും യമനിലുമെല്ലാം സായുധ പോരാളികളുടെ അതിശക്തമായ നിരകളെ ഇറാൻ അണിനിരത്തിക്കൊണ്ട് അവയ്ക്ക് ആയുധവും പണവും പരിശീലനവും നൽകി. സ്വന്തം രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ സിംഹഭാഗവും അതിനായി ഇറാൻ ചെലവഴിച്ചിട്ടുണ്ട്. എത്ര കൃത്യമായ നിരീക്ഷണമാണ്! നമ്മൾ കണ്ടു, ഏതാനും മാസങ്ങൾക്ക് പുറകിൽ ഇറാനിലെ വ്യാപാരികളും കച്ചവടക്കാരുമെല്ലാം തെരുവിലിറങ്ങും നമ്മൾ കണ്ടു. കുടിവെള്ളത്തിന് വേണ്ടി ജനം ഒച്ചയുണ്ടാക്കുക നമ്മൾ കണ്ടു. സ്വന്തം രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ സിംഹഭാഗവും അതിനായി ഇറാൻ ചെലവഴിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ ഒതുക്കുവാൻ. ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റുക എന്നതാണ് ഇറാനിലെ ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഒരു മതം എപ്രകാരമാണ് താൻ ഇറാനുമായി അതിർത്തി പങ്കിടാത്ത രാജ്യമാണ് ഇസ്രായേൽ. ഒരു മതം എപ്രകാരം ഇറാനെ ഇസ്രായേലിനെതിരാക്കുന്നുവെന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കുകയാണ്. ഇറാൻ ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റുക എന്നതാണ് ഇറാനിലെ ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയെയും നാറ്റോയെയും അസ്ഥിരപ്പെടുത്തുക എന്നതും ഇറാനിലെ സൈനിക നേതൃത്വം നൽകുന്ന ഇറാനിലെ IGRC നേതൃത്വം നൽകുന്ന ഇസ്ലാമിസ്റ്റ് റിപ്പബ്ലിക്കിൻ്റെ ലക്ഷ്യമാണ്. ഇത് കേവലം ഇസ്രായേലിനെതിരെയുള്ളൊരു പ്രതിരോധ പ്രവർത്തനമല്ല. ഇതാണ് അച്ഛൻ വളരെ കൃത്യമായ കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന അതിൻ്റെ മൂലകാരണങ്ങളിലേക്ക് അച്ഛൻ വായനക്കാരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇത് കേവലം ഇസ്രായേലിനെതിരായ പ്രതിരോധ പ്രവർത്തനമല്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആശയം ഇറാനിലെ ഇസ്ലാമിക വിപ്ലവ പ്രസ്ഥാനമായ IRGCയുടെ വിശ്വാസ സംഹിതയായ ഇസ്ലാമിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ വിശ്വാസപരമായ ബോധ്യങ്ങളാണ്. അല്ലാതെ ഇറാനിനോടോ ഇസ്രായേലിനോടോ നാറ്റോയോടോ ഇറാൻ അതിനാൽ തന്നെ യാതൊരു ശത്രുതയുമില്ല. ആ ശത്രുതയുടെ കാരണം ഇസ്ലാമിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ വിശ്വാസപരമായ ബോധ്യങ്ങളാണ്. ഒരു മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എങ്ങനെയാണ് വെറുപ്പ് ആയുധമെടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. മതപരമായ ഐഡൻറ്റിറ്റിയുള്ള ഇസ്ലാമിക വിശ്വാസ സംഹിതയെ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുവാനുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നു എന്നതാണ് ഇസ്ലാമിസം അഥവാ റാഡിക്കൽ ഇസ്ലാം എന്ന ഐഡിയോളജിയുടെ സവിശേഷത. അപ്പം മതപരമായ ഐഡൻറ്റിറ്റീനെ രാഷ്ട്രീയ ഐഡൻറ്റിറ്റിയാക്കി ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റി അതിനെ ഇസ്ലാമിസം അഥവാ റാഡിക്കൽ ഇസ്ലാം എന്ന് അച്ഛൻ വിശേഷിപ്പിക്കുകയാണ്. ഏതൊരു ഐഡിയോളജിയെയും ജനങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ ചിന്തിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യാനുള്ള രാഷ്ട്രീയ ഉപകരണമാണ്. ഏതൊരു ഐഡിയോളജിയും ജനങ്ങളെ പ്രത്യേക രീതിയിൽ ചിന്തിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യാനുള്ള രാഷ്ട്രീയ ഉപകരണമാണ്. ഇസ്ലാമിൻ്റെ വിശ്വാസ സംഹിതയെ രാഷ്ട്രീയമായി വ്യാഖ്യാനിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ ഇസ്ലാമിസ്റ്റ് ഐഡിയോളജി ആധിപത്യ സ്ഥാപനത്തിനുള്ള ഒരു ഉപകരണമാണ്. ഈ ഐഡിയോളജിയുടെ പ്രായോഗിക രൂപമാണ് ഇറാനിലെ IRGC നേതൃത്വം നൽകുന്ന ഇസ്ലാമിസ്റ്റ് ഭരണകൂടം. രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാനായി അക്രമത്തിൻ്റെ ഹിംസയുടെ മാർഗം ഉപയോഗിക്കുന്നതിനെ രാഷ്ട്രീയമായും നൈതികമായും ധാർമ്മികമായും മതപരമായും സാധൂകരിക്കുന്നത് കൊണ്ടാണ് അത് അപകടകരമായി മാറുന്നത്. രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാനായി വാളെടുക്കുക എന്നുള്ള രീതിയെ മതപരമായി സാധൂകരിക്കുന്നത് കൊണ്ടാണ് അത് അപകടകരമായി മാറുന്നത്. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് UAE സർക്കാരിനുള്ള സീനിയർ ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷിൻ്റെ പ്രസ്താവനയാണ്.
തീവ്രവാദവും ഭീകരവാദവും തമ്മിലൊരു ബന്ധമുണ്ട്. എല്ലാ ഭീകരവാദികളും തീവ്രവാദികളാണ്. അപ്പോൾ ആദ്യം തീവ്രവാദത്തെയാണ് ജനിപ്പിക്കുന്നത്. അൾട്രാ ഓർത്തഡോക്സ് വ്യൂ ഓഫ് ഇസ്ലാം എന്നാണ് ഡോക്ടർ അൻവർ ഗർഗാഷ്. ഇസ്ലാം പിറന്നു വീണ മണ്ണിൽപ്പെട്ട ഒരാളാണല്ലോ. നേരിട്ട് ഇസ്ലാം പഠിച്ച വ്യക്തിയാണ് ഡോക്ടർ അൻവർ ഗർഗാഷ്. UAE സർക്കാരിൻ്റെ സീനിയർ അഡ്വൈസറാണ്. അദ്ദേഹവും ഇതേ കാര്യം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ UAE സർക്കാർ ഭരണാധികാരി തന്നെ നേരിട്ട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മാത്രം സവിശേഷതയല്ല. കമ്മ്യൂണിസവും തീവ്ര ഹിന്ദുത്വ ഐഡിയോളജിയുമെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം പോലെ തന്നെ മാനവരാശിക്ക് ഭീഷണിയാകുന്ന ഐഡിയോളജികളാണ്. അച്ഛൻ ധൈര്യസമേതം കാര്യങ്ങൾ തുറന്നവതരിപ്പിക്കുകയാണ്. ഇന്ത്യൻ കോണ്ടസ്റ്റിലേക്കും ലോക പശ്ചാത്തലത്തിലേക്കും ആഗോള പശ്ചാത്തലത്തിലേക്കും തൻ്റെ വീക്ഷണങ്ങൾ കൃത്യമായി അച്ഛൻ മുമ്പോട്ട് വെക്കുകയാണ്. നിരീക്ഷണങ്ങൾ കാരണം അവ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ നടപ്പിലാക്കാൻ ഹിംസയുടെ മാർഗം സ്വീകരിക്കുന്നതിനെ, കാരണം അവ ഉയർത്തിപ്പിടിക്കുന്ന ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി വാളെടുക്കുന്നതിനെ ന്യായീകരിക്കുന്നു എന്നതാണ് അവയെ അപകടകരമാക്കുന്നത്. സംഘടിത ശേഷി, തങ്ങളുടെ മതത്തെ രാഷ്ട്രീയമായ ആധിപത്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ സംഘടിത ശേഷിയെ ആയുധമെടുക്കുന്നതിനെ വാളെടുക്കുന്നതിനെ സാധൂകരിക്കുന്നുവെന്ന്. ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടനയും നിയമവ്യവസ്ഥയും ജനാധിപത്യ മൂല്യങ്ങളും തീവ്ര സ്വഭാവമുള്ള പ്രത്യയശാസ്ത്രങ്ങളെ നിയമപരമായി നിയന്ത്രിക്കുന്നത് പോലെ തീവ്ര സ്വഭാവമുള്ള ഐഡിയോളജികളെ നിയന്ത്രിക്കാൻ പല രാജ്യങ്ങൾക്കും കഴിയുന്നില്ല. ഇന്ത്യയിലും ഇത് അപകടകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെൻ്റെ നിരീക്ഷണമാണ് കേട്ടോ. കാരണം ആ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ അത്തരം ഹിംസാത്മകമായ പ്രത്യയശാസ്ത്രങ്ങളെ പിന്തുണയ്ക്കുകയോ അവയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നു. വാളെടുക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളുടെ പേരിൽ വാളെടുക്കുന്ന സംഘങ്ങളെ നിയന്ത്രിക്കുവാൻ പല രാജ്യങ്ങൾക്കും സാധിക്കുന്നില്ല എന്ന്. ഇന്ത്യയിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനെ ഞാൻ കാണുന്നത് പ്രീണന രാഷ്ട്രീയമാണ്. അധികാരത്തിനു വേണ്ടി മതപ്രീണനം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആഗോളതലത്തിൽ അതിതീവ്ര നിലപാടുള്ള ഇസ്ലാമിസ്റ്റ് ഐഡിയോളജിയെ പിന്തുണയ്ക്കുന്ന ഭരണകൂടം എന്ന നിലയിലാണ് ഇറാനിലെ ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ രാഷ്ട്രങ്ങൾ ലോകത്തിന് ഭീഷണിയായി വീക്ഷിക്കുന്നത്. ആഗോളതലത്തിൽ അതിതീവ്ര നിലപാടുള്ള ഇസ്ലാമിസ്റ്റ് ഐഡിയോളജിയെ പിന്തുണയ്ക്കുന്ന ഭരണകൂടം ഇപ്പോൾ ലോകം മുഴുവൻ ഇസ്ലാമിസ്റ്റ് ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്ന ഒരു സാമ്രാജ്യത്വ ഭരണകൂട ശക്തിയാണ് ഇറാൻ എന്നുള്ളതാണ് ലോകത്തിന് ഭീഷണിയായി നിൽക്കുന്നതും ലോകരാഷ്ട്രങ്ങൾ ഇറാനെ കാണുന്നതും. അതിൻ്റെ പ്രഥമ ലക്ഷ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക, അമേരിക്കയ്ക്ക് മരണം, ഇസ്രായേലിന് മരണം. ഇത് 2019 അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത് ഞാൻ തെളിവായി സൈഡിൽ വെച്ചേക്കാം. അമേരിക്കയ്ക്ക് മരണം, ഇസ്രായേലിന് മരണം. ഇറാൻ്റെ പരമോന്നതമായ ഭരണാധികാരി ഇത് പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന ജനങ്ങളെ കൊണ്ട് ചൊല്ലിക്കുകയാണ്, ചാൻറ്റ് ചെയ്യുകയാണ്. എന്നീ മുദ്രാവാക്യങ്ങൾ ഇന്ന് ആഗോളതലത്തിൽ മുഴങ്ങുന്നത് കൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ സൈനിക നടപടികളുമായി മുന്നിട്ടിറങ്ങുന്നത്. അപ്പോൾ ഇറാൻ അമേരിക്കൻ സംഘർഷം എന്തുകൊണ്ട് എന്ന് വളരെ താത്വികമായും പ്രായോഗികമായ രീതിയിലും അതിൻ്റെ വശങ്ങളെ അച്ഛൻ തുറന്നു കാണിക്കുകയാണ്. ഒരു ഭരണകൂടമോ സമൂഹമോ ഹിംസാത്മകമായ വാളെടുക്കുന്ന ഒരു ഐഡിയോളജി നടപ്പാക്കാനായി ഇതര സമൂഹങ്ങളെയോ ഭരണകൂടങ്ങളെയോ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ സായുധ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നത് മനുഷ്യരാശിക്ക് ഭീഷണി തന്നെയാണ്. ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ഭീഷണികളും സൈനിക സന്നാഹങ്ങളും ലോക സമാധാനത്തിന് ഭീഷണി തന്നെയാണ്. കാരണം അവരുടെ ആശയം, ഐഡിയോളജി, ലക്ഷ്യം കൃത്യമാണ്. അതെന്താണെന്ന് അച്ഛൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഹിംസാത്മകമായ പ്രത്യയശാസ്ത്രങ്ങൾക്ക് ഭരണകൂട പിന്തുണ കിട്ടുകയും ഒരു രാജ്യത്തിൻ്റെ വിഭവങ്ങളും സൈനിക ശക്തിയും ഉപയോഗിച്ച് ആ ശാസ്ത്ര ലക്ഷ്യങ്ങൾ നടപ്പിൽ വരുത്തുവാൻ ഭരണകൂടങ്ങൾ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുമ്പോൾ അതിലെ എല്ലാ ഭരണകൂടങ്ങളും മാനവ സമൂഹവും എതിർത്ത് തോൽപ്പിക്കുക തന്നെ വേണം. ഇപ്പം എത്ര കൃത്യമാണ് സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒരു പുരോഹിതനായിരിക്കുമ്പോൾ, ഒരു വൈദികനായിരിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായ ദർശനം നൽകുകയാണ്, കാഴ്ചപ്പാട് പങ്കുവെക്കുകയാണ്. അതിനെ എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യണം. ഇറാനിയൻ ഭരണകൂടം വെസ്റ്റ് ഏഷ്യയിലാകെയും
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും സായുധ സന്നാഹങ്ങളോടെ തീവ്രവാദ ഗ്രൂപ്പുകളെ വളർത്തിക്കൊണ്ടുവരികയും അവയ്ക്ക് ആയുധവും പരിശീലനവും വിഭവവും നൽകി ലോകത്താകെ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാനായി സ്വന്തം രാജ്യത്തിൻ്റെ വിഭവങ്ങൾ ദൂർത്തടിക്കുകയും ചെയ്യുന്നു. എത്ര കൃത്യമായിട്ടാണ് ഇറാൻ്റെ പശ്ചാത്തലം, ഇറാൻ്റെ സംഭവവികാസങ്ങൾ വിവരിക്കുന്നത്. ഇതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നിലവിലുള്ള ലോകക്രമത്തെ തന്നെ അട്ടിമറിക്കുമെന്നതിന് സംശയമില്ല. അപ്പം നമ്മൾ കരുതുന്നത് പോലെ ഒരു ഇറാൻ അമേരിക്കൻ യുദ്ധമല്ല. ഇതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് ഇതിന് പ്രത്യയശാസ്ത്രപരമായ മാനങ്ങളുണ്ട് എന്നും അത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാകുമെന്നും എത്ര കൃത്യമായിട്ടാണ് വർഗീസ് വള്ളികാട്ടച്ചൻ വിവരിച്ചു തരുന്നത്. നോൺ സ്റ്റേറ്റ് മിലീഷ്യകൾക്ക് സർവ്വ സ്വാതന്ത്ര്യം നൽകുന്ന ഭരണകൂടങ്ങൾ മാനവരാശിക്ക് ഭീഷണിയാണ്. സായുധ സംഘങ്ങൾക്ക് നോൺ സ്റ്റേറ്റ് മിലീഷ്യകളെ രാജ്യത്തിൻ്റെ അതിർത്തികൾക്കപ്പുറം മറ്റ് രാജ്യങ്ങളിലേക്ക് അധിനിവേശം നടത്താനും ആ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെ പാവകളാക്കി മാറ്റാനും അധികാരം സ്ഥാപിക്കാനും മേഖലയിലാകെ സംഘർഷം വിതയ്ക്കുവാനും മുതിരുന്ന ഭരണകൂടങ്ങളെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ അത് സമാധാനത്തെ തകർത്ത് കളയുക തന്നെ ചെയ്യും. ഇന്ത്യക്കാരായ നമുക്കറിയാം പാകിസ്ഥാൻ്റെ നടത്തുന്ന കളികളും ചൈനയുടെ കളികളും. അവരുമെല്ലാം ഇത്തരത്തിൽ ഇന്ത്യയെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രങ്ങളാണ്. ഈ പറഞ്ഞതും എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും പോലുള്ള നോൺ സ്റ്റേറ്റ് മിലീഷ്യകളെ വെസ്റ്റ് ഏഷ്യയിലാകെ വിന്യസിച്ചുകൊണ്ട് ഇറാനിലെ ഇസ്ലാമിക റിപ്പബ്ലിക് ലോക സമാധാനത്തിനും വെസ്റ്റ് ഏഷ്യയുടെ സുരക്ഷിതത്വത്തിനും തുരങ്കം വയ്ക്കുകയും തങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യമായി ഇസ്രായേലിനെ ഉന്നം വയ്ക്കുകയും ചെയ്യുന്നതിനാലാണ് ഇസ്രായേൽ അവർക്കെതിരെ പോരാടുന്നത്. ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇറാനെതിരെ പോരാടേണ്ടി വന്നത് എന്ന് വ്യക്തമാക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇസ്രായേലാണ് വെസ്റ്റ് ഏഷ്യയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് വാദിക്കുന്നവരുടെ വാദങ്ങളെ, ന്യായങ്ങളെ വിലയിരുത്തുവാൻ. എത്ര കാര്യകാരണ സഹിതമാണ് അച്ഛൻ ഇറാൻ ഇസ്രായേൽ അമേരിക്കൻ വിഷയത്തെ വിശദീകരിച്ചു തരുന്നത്. ഇറാന് മേലുള്ള സൈനിക പോരാട്ടങ്ങൾ താൽക്കാലികമായി അവസാനിച്ചാലും ഭീകര ഭരണകൂടങ്ങളെയും അവ ആധുനിക ലോകക്രമത്തിനും ലോകസമാധാനത്തിനും നേരെ ഉയർത്തുന്ന ഭീഷണികളെയും ലോകം തുടർന്നും നേരിടേണ്ടി തന്നെ വരും. ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിച്ചാലും ലോകസമാധാനത്തിന് ഇത്തരം പ്രത്യയശാസ്ത്രങ്ങളും ഭരണകൂടങ്ങളും ഉയർത്തുന്ന വെല്ലുവിളികൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് അച്ഛൻ പറയുകയാണ്. ഭരണകൂടത്തിൻ്റെ പിന്തുണയുണ്ട് എന്ന അവകാശവാദത്തോടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര സമാധാനത്തിന് തുരങ്കം വയ്ക്കുന്ന നോൺ സ്റ്റേറ്റ് മിലീഷ്യകളെയും തീവ്രവാദ ഗ്രൂപ്പുകളെയും നിലയ്ക്ക് നിർത്തുവാൻ ഏതൊരു രാജ്യത്തിൻ്റെയും ഭരണകൂടത്തിന് കഴിയാതെ വന്നാൽ അത് ആ രാജ്യത്തിൻ്റെ സമഗ്രതയ്ക്കും ആഭ്യന്തര സമാധാനത്തിനും എതിരെ നിരന്തരം ഭീഷണികൾ ഉയർത്തിക്കൊണ്ടിരിക്കും. ഇത്തരം തീവ്രവാദ ഗ്രൂപ്പുകളെയും സായുധ സംഘങ്ങളെയും അഴിഞ്ഞാടാൻ അനുവദിക്കുന്നത് അതത് രാജ്യങ്ങളുടെ ആഭ്യന്തര സുരക്ഷിതത്വത്തിനും സമാധാനപൂർണമായ നിലനിൽപ്പിനും അഖണ്ഡതയ്ക്ക് തന്നെയും ഭീഷണിയായിരിക്കും. ഇസ്രായേൽ സ്വീകരിക്കുന്ന സൈനിക പ്രതിരോധങ്ങളെയും പ്രത്യാക്രമങ്ങളെയും വിമർശിക്കുന്നവർ ആധുനിക ലോകക്രമത്തിനും രാജ്യങ്ങളുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും ലോകസമാധാനത്തിനും ഭീഷണിയായ തീവ്രമത രാഷ്ട്ര പ്രത്യയശാസ്ത്രങ്ങളെയും അവ നടപ്പിലാക്കുന്ന ഹിംസാത്മകമായ വാളെടുക്കുന്ന ആധിപത്യ ശ്രമങ്ങളെയും കാണാതെ പോകരുത്. ഫാദർ വർഗീസ് വള്ളികാട്ട് എത്ര കൃത്യമായിട്ടാണ് തൻ്റെ പോസ്റ്റിലൂടെ അദ്ദേഹം ലോകസമാധാനത്തിന് ഭീഷണിയാകുന്ന മത തീവ്രവാദ പ്രത്യയശാസ്ത്രങ്ങളെ തുറന്നു കാണിക്കുന്നത്. ഇറാനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അച്ഛൻ്റെ വിലയിരുത്തലുകൾ എത്രയോ കൃത്യമാണ്. നമുക്കറിയാം, ഇന്നത്തെ അമേരിക്കയ്ക്ക് തുല്യമായി പൊളിറ്റിക്കൽ ഇസ്ലാം ഇറാനെ കീഴടക്കുന്നിടം വരെ, അതായത് 641 വരെ ഇന്നത്തെ അമേരിക്കയുടെ സ്ഥാനത്തുണ്ടായിരുന്ന സാമ്രാജ്യത്വ ശക്തിയായിരുന്നല്ലോ ഇറാൻ, പേർഷ്യൻ സാമ്രാജ്യം. പൊളിറ്റിക്കൽ ഇസ്ലാം കടന്നു വന്നതിന് ശേഷം, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ആ ഇസ്ലാമിക മതത്തെ ഇറാൻ പുൽകിയതിന് ശേഷമാണ് സൈനിക ശക്തിയിൽ നിന്ന് ഇത്തരമൊരു ദാരിദ്ര്യാവസ്ഥയിലേക്ക് ജനങ്ങൾ കൂപ്പുകുത്തിയത്. 10,000-2000 മൈൽ ദൂരം സഞ്ചരിക്കുന്ന മിസൈൽ ഉണ്ടാക്കാൻ ഇറാൻ അറിയാം. പക്ഷെ സ്വന്തം ജനതയ്ക്ക് കുടിവെള്ളമില്ല, ഭക്ഷണമില്ല. ഇറാനിയൻ പൈസയ്ക്ക് മൂല്യമിടിഞ്ഞു. ഒരു പ്രത്യയശാസ്ത്രം എപ്രകാരമാണ് ഒരു വികസിത രാഷ്ട്രത്തെ തകർത്ത് തരിപ്പണമാക്കിയത് എന്നുള്ളതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് ഇറാൻ. ഇറാൻ നമ്മുടെ ഭാരതത്തിനും ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പ്രീണന രാഷ്ട്രീയം, മതജാതി പ്രീണനം, അധികാര കൊതിമൂത്ത്
കിറ്റ് കൊടുത്തുകൊണ്ടും മതജാതി പ്രീണനം നടത്തിക്കൊണ്ടും അധികാരത്തിലേക്കുള്ള വഴിയായി മതങ്ങളെ ഉപയോഗിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളും ഇറാനിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല എങ്കിൽ വരും കാലങ്ങളിൽ ഇന്ത്യ നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ജീവിക്കാനാവാത്ത വിധത്തിലേക്ക് തരം താഴുകയാണ്. അതിന് വിശദാംശങ്ങളിലേക്ക് പോയാൽ തർക്കമുണ്ടാകുന്നത് കൊണ്ട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം കൃത്യമായി അറിയാം, ഇന്ത്യൻ രാഷ്ട്രീയ കക്ഷികൾ മുഴുവൻ പ്രീണന രാഷ്ട്രീയവും കിറ്റ് രാഷ്ട്രീയവുമാണ് കളിക്കുന്നത്. ദേശീയതയും വികസനവുമല്ല. സൗദിയും UAE പോലും മതത്തെ നിർത്തേണ്ട അടുത്ത് നിർത്തി വികസനത്തിൽ നിന്ന് വികസനത്തിലേക്ക് പോവുകയാണ്. ഇസ്ലാം പിറന്നു വീണ മണ്ണ് സൗദി. ഞങ്ങൾക്ക് മിതമായ ഇസ്ലാം മതി എന്ന് സൗദിയുടെ ഭരണാധികാരി MBS പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. അന്തർദേശീയ മാധ്യമങ്ങളോടാണ് MBS പറഞ്ഞത്, ഞങ്ങൾക്ക് മോഡറേറ്റ് ഇസ്ലാം മതി. അപ്പോൾ UAE കൃത്യമായി പറഞ്ഞു, യൂറോപ്പിന് UAE ഭരണാധികാരി മുന്നറിയിപ്പ് കൊടുത്തു യൂറോപ്പിന്, വി നോ ഇസ്ലാം, വി നോ മിഡിൽ ഈസ്റ്റ് എന്ന് നിങ്ങൾ അഹങ്കരിക്കരുത്. ട്രൈങ് ടു ബി പൊളിറ്റിക്കലി കറക്റ്റ്, രാഷ്ട്രീയ പ്രീണനം അപകടമാണ് എന്ന് UAE ഭരണാധികാരി യൂറോപ്പിനോട് വിളിച്ചു പറഞ്ഞത് ഇപ്പോഴും അന്തർദേശീയ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പച്ചയ്ക്ക് നിൽക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ നാടിന് നൽകുന്ന മുന്നറിയിപ്പാണ്. മതവും ജാതിയും അധികാരത്തിലേക്കുള്ള ചവിട്ടുവഴികളായി ഉപയോഗിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾ ഇറാനിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല എങ്കിൽ നമ്മുടെ മുമ്പിലും ഇരുണ്ട നാളുകളാണ് വരാനിരിക്കുന്നത് എന്നുള്ളതാണ്. മതം മനുഷ്യനെ സംസ്കരിക്കാനുള്ളതാണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കണം. ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകൾക്കുള്ളിലേക്ക് മനുഷ്യനെ വേർതിരിക്കുന്ന മതങ്ങൾ മനുഷ്യരാശിക്ക് ഭീഷണിയാണ് എന്നുള്ള സത്യം ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകൾക്കുള്ളിലേക്ക് രവീന്ദ്രനാഥ് ടാഗോർ പാടിയ വരികൾ, ദൈവമേ ജാതിയും മതവും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മതിലുകൾ തീർക്കാത്ത നല്ല നാളേക്ക് ലെറ്റ് മൈ കൺട്രി, എൻ്റെ രാജ്യം ഉണരട്ടെ എന്ന് രവീന്ദ്രനാഥ് ടാഗോർ പാടി. രവീന്ദ്രനാഥ് ടാഗോറും ഡോക്ടർ അംബേദ്കറും ഒക്കെ വിഭാവനം ചെയ്ത ഭാരതീയമായ ഒരു മാതൃകയുണ്ട്. അതിലേക്ക് ഇനിയും ഇന്ത്യൻ രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ നേതാക്കളും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അധികാരത്തിന് വേണ്ടി നാണം കെട്ട തരംതാണ വടംവലികളും കടിപിടികളും കുതികാൽ വെട്ടുകളും നടത്തുകയാണ്. അധികാരം എന്ന് പറയുന്ന ഒരൊറ്റ വിഷയത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കൾ, അധികാരത്തിന് വേണ്ടി ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കൾ കളിക്കുന്ന കളി കാണുമ്പോൾ ശരിക്കും ലജ്ജ തോന്നും. ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 BJPയുടെ ഒപ്പം ചേർന്നതിനെ പലരും വിമർശിക്കും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയ പശ്ചാത്തലം ചിന്തിച്ച് നോക്കുകയും 2020 ഒറ്റയ്ക്ക് നിന്ന് ഒന്നിലധികം തവണ പല പ്രാവശ്യം ജനങ്ങളുടെ മുമ്പിൽ വികസനം മുമ്പോട്ട് വെച്ചു. വികസനം മാത്രം മുമ്പോട്ട് വെച്ച് ജാതിയോ മതമോ കിറ്റോ പ്രസംഗിക്കാതെ 2020 കൃത്യമായ പ്രകടന പത്രിക നൽകിക്കൊണ്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്തോ? ഇല്ല. അതാണ് ഇന്ത്യയിലെ ഈ പറയുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടർമാരും പാർട്ടി അടിമകളായി മാറിയിരിക്കുകയാണ്. ജാതി മതത്തിൻ്റെ അടിമകളായി മാറിയിരിക്കും. ഇപ്പോൾ ഇത്രയും വിദ്യാസമ്പന്നരായ കേരളത്തിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ വടക്കേ ഇന്ത്യയുടെയൊക്കെ സ്ഥിതി എന്താണ്? ഇന്ത്യയുടെ മുമ്പോട്ടുള്ള നാളുകൾ എങ്ങനെയായിരിക്കും? ശക്തമായ സ്വതന്ത്രമായ വിദ്യാഭ്യാസത്തിലൂടെ ഭാരതത്തെ ഉണർത്തുവാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ 2020 അനുഭവം വലിയൊരു പാഠമാണ്. മാത്രമല്ല നമുക്കറിയാം, 2020 നേതാവ് പറഞ്ഞു, കോൺഗ്രസും CPM-ഉം SDP ഒക്കെ അടങ്ങുന്ന സർവ്വകക്ഷികളും ഒരുമിച്ചാണ് കഴിഞ്ഞതിന് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2020-ക്കെതിരെ മത്സരിച്ചത്. നോർത്ത് നോക്കിക്കേ, എന്ത് ധാർമ്മികത, എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ് അവർക്കിരിക്കുന്നത്. അപ്പോൾ 2020 BJPയിൽ പോകാനുണ്ടായ പശ്ചാത്തലം വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. കേരളീയർ വിദ്യാസമ്പന്നരായ കേരളീയർ പോലും വികസനത്തിന് വോട്ട് ചെയ്യാൻ തയ്യാറല്ല. ജാതിയും മതവും പാർട്ടി അടിമത്വവും പേറുകയാണ്. തങ്ങളുടെ തലമുറകൾ നാടുവിട്ട് അന്യനാട്ടിൽ പോയി കിടന്ന് പ്രതികൂല കാലാവസ്ഥയിൽ കിടന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഞങ്ങൾ പാർട്ടി അടിമത്വം തുടരും, ഞങ്ങൾ മത അടിമത്വം തുടരും. ഇവിടെ KM ഷാജി പറഞ്ഞതുപോലെ മതമാണ് വലുത്. KM ഷാജി പറയുമ്പോൾ അത് മതേതരത്വവും, മറ്റുള്ളവർ പറയുമ്പോൾ അത് വർഗീയതയുമാവുകയാണ്. ഇതിന് കുടപിടിക്കാനും വോട്ട് ചെയ്യാനും മലയാളികൾക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ്.
അപ്പോൾ എത്ര ദയനീയമായിരിക്കും ഈ പോക്കാണ് പോകുന്നത് എങ്കിൽ ഇറാൻ പോലെയുള്ള രാഷ്ട്രങ്ങൾ അന്നത്തെ 7-ാം നൂറ്റാണ്ട് വരെ ഇന്നത്തെ അമേരിക്കയുടെ സ്ഥാനത്ത് നിന്ന ഒരു സാമ്രാജ്യത്വ ശക്തിയായിരുന്നു ഇറാൻ, പേർഷ്യൻ സാമ്രാജ്യം. അവരെപ്രകാരമാണ് ദാരിദ്ര്യത്തിലേക്ക് പോയത്. വിനാശത്തിൻ്റെ ആയുധങ്ങളുണ്ടാക്കിയപ്പോൾ അന്നന്ന് അപ്പം കഴിക്കുവാൻ ഇറാനിയൻ ജനത കഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ടാണ്? ഇത്തരം സംസ്കാരമില്ലാത്ത പ്രത്യയശാസ്ത്രങ്ങൾ, ആയുധമെടുക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ രാഷ്ട്രീയമായി കൂടിക്കലരുകയാണ്. ഇന്ത്യയുടെ നാളുകൾ, ഇന്ത്യ ഇതിൽ നിന്ന് പാഠം പഠിക്കുവാൻ മലയാളികൾ വിദ്യാസമ്പന്നരാണെന്ന് അവകാശപ്പെടുന്ന മലയാളികളെങ്കിലും ദേശീയതയും വികസനവും മുൻനിർത്തി വോട്ട് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു നല്ല നാളെ ഉണ്ടാകുന്നില്ല എങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതിയും മറ്റൊന്നായിരിക്കും.